കാർത്തിക്, എന്തായാലും കാര്യങ്ങൾ ഏതാണ്ട് നന്നായി പോകുന്നു എന്ന് വേണം കരുതാൻ ഈ ഘട്ടത്തിൽ, അല്ലേ? കാർത്തിക്, കേൾക്കാമോ? കാര്യങ്ങൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ നേരത്തെയൊക്കെ ചോദ്യങ്ങൾ വന്നതുപോലെ മഞ്ഞുരുകലിന്റെ ലക്ഷണങ്ങൾ കാണുന്നുണ്ടെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും അതിലേക്ക് എത്താം. മറ്റ് കാര്യങ്ങൾ ചർച്ചയായില്ല. അതായത് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ആവശ്യങ്ങൾ, അതായത് ഉപാധികൾ, അത് മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള ഒരു ചർച്ച നടന്നില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇറങ്ങുമ്പോൾ വി ഡി സതീശൻ രമേശ് ചെന്നിത്തലയോട് പറയുന്നു വിളിക്കാം. അതായത് അല്പസമയത്തിനകം ഫോൺ വിളി ഉണ്ടാകും. സ്വാഭാവികമായും അതിലായിരിക്കും കൂടുതൽ ചർച്ചകൾ നടക്കുക എന്ന് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാം. ഇവിടെ നിന്ന് നേരെ വി ഡി സതീശൻ പോയത് KPCCയിലേക്കാണ്. KPCCയിലും ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ ചർച്ച നടന്നേക്കാം. എന്തായാലും കടുത്ത നിലപാടിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇല്ല എന്ന നിലപാടിലാണ് രമേശ് ചെന്നിത്തല ക്യാമ്പുള്ളത്. അതായത് മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ, അതിലേറ്റവും പ്രധാനം നിർണായകമായ പോർട്ട്ഫോളിയോ, അത് ആഭ്യന്തര വകുപ്പ് തന്നെ വേണം. ആ നിലപാടിൽ അവർ വിട്ടുവീഴ്ചയ്ക്കില്ല. ആ വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന നിലപാട് ഒരുപക്ഷെ അറിയിച്ചിട്ടുണ്ടാകണം ഇന്ന് ഇപ്പോൾ നടന്ന ചർച്ചയിൽ. ഇരു നേതാക്കളുടെയും പ്രതികരണം വച്ച് നോക്കുമ്പോൾ ഒരു സമവായ ഫോർമുലയിലേക്ക് കാര്യങ്ങൾ എത്തിയേക്കാം. അത് എത്തും. കാരണം 2 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. അതിനുള്ളിൽ ചർച്ചകൾ പൂർത്തിയാക്കണം. ഇന്ന് വൈകിട്ട് വി ഡി സതീശന് കൊച്ചിയിലേക്ക് മടങ്ങേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അതിന് മുമ്പ് ചർച്ചകൾ പൂർത്തിയാക്കണം. ഉഭയകക്ഷി ചർച്ച അടക്കം പൂർത്തിയാക്കേണ്ടതുണ്ട്. ഈ ഉഭയകക്ഷി ചർച്ചകൾ പൂർത്തിയാക്കണമെങ്കിൽ കോൺഗ്രസിൻ്റെ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കണം. ആ ചർച്ചകളിലേക്ക് കടക്കണമെങ്കിൽ ആദ്യ കടമ്പ എന്ന നിലയിൽ ഇപ്പോൾ ഇവിടെ കണ്ടതുപോലെ ഒരു മഞ്ഞുരുകൽ ഉണ്ടാകണം. ആ മഞ്ഞുരുകൽ ഉണ്ടായിരിക്കുന്നു. പക്ഷേ നിബന്ധനകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് അംഗീകരിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരുപക്ഷെ നമുക്കൊരു 5 മിനിറ്റിനകം അക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നിലപാടിൽ പിന്നോട്ടില്ല എന്ന് വ്യക്തമാക്കുകയാണ് രമേശ് ചെന്നിത്തല ക്യാമ്പ്. അത് ആഭ്യന്തര വകുപ്പിൻ്റെ കാര്യത്തിൽ, അതോടൊപ്പം തന്നെ KPCC അധ്യക്ഷ പദം ഒഴിവ് വരുമ്പോൾ അതിലേക്ക് തങ്ങൾ നിർദ്ദേശിക്കുന്ന ആൾ വേണം എന്ന കാര്യത്തിൽ മൂന്നാമതായി ഈ മന്ത്രിസഭാ രൂപീകരണത്തിൽ രമേശ് ചെന്നിത്തല ഉണ്ടെങ്കിൽ രമേശ് ചെന്നിത്തല മുന്നോട്ട് വയ്ക്കുന്ന ഈ 11 മന്ത്രിമാരിൽ രമേശ് ചെന്നിത്തല മുന്നോട്ട് വയ്ക്കുന്ന ചിലർ അവരെ അംഗീകരിക്കുമോ? ഇതടക്കമുള്ള കാര്യങ്ങളാണ് അറിയേണ്ടത്. എന്തായാലും രമേശ് ചെന്നിത്തലയോട് അടുപ്പം പുലർത്തുന്ന ജ്യോതികുമാർ ചാമക്കാല, അതോടൊപ്പം തന്നെ ജോസഫ് വാഴക്കൻ അടക്കമുള്ള നേതാക്കളുണ്ടായിരുന്നു. VT ബൽറാം അടക്കമുള്ള മറ്റ് നേതാക്കളുണ്ടായിരുന്നു. ഇവരുടെയൊക്കെ സാന്നിധ്യത്തിൽ നേതാക്കൾ ഒന്നിച്ചിരുന്നു, പുറത്തു വന്ന് ഒന്നിച്ചൊരു പ്രതികരണം നടത്തി. അത് ഒരു മഞ്ഞുരുകലിൻ്റെ സൂചനയാണ്. പക്ഷേ അപ്പോഴും ഏത് തരത്തിലുള്ള വിട്ടുവീഴ്ചകൾക്ക് വഴിയൊരുങ്ങും എന്ന് കണ്ടറിയണം. എന്തായാലും ആഭ്യന്തരം വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്ക് രമേശ് ചെന്നിത്തല ഇല്ല. മറ്റ് പോംവഴികളൊന്നുമില്ലെങ്കിൽ അവസാന ഘട്ടത്തിൽ ഒരുപക്ഷെ KC വേണുഗോപാൽ അടക്കമുള്ളവരെ നടത്തുന്ന ചർച്ചകളിൽ ആ ഒരു ഉപാധിക്ക് വി ഡി സതീശൻ വഴങ്ങിയിരിക്കും. ഏതായാലും നമുക്ക് കാർത്തിക് വിവരങ്ങൾ ശേഖരിക്കുകയാണ്. എന്തുപാധിയാണ് രമേശ് ചെന്നിത്തല വി ഡി സതീശൻ്റെ മുന്നിൽ വെച്ചത്? തനിക്ക് ഒരു കോംപ്രമൈസ് ലെവലിലേക്ക് എത്തണമെങ്കിൽ തൻ്റെ ഏതൊക്കെ ആവശ്യങ്ങൾ അംഗീകരിക്കണം, അതിന് സതീശൻ്റെ പ്രതികരണം വേണം. സതീശന് സ്വാഭാവികമായും തനിക്കൊപ്പം നിൽക്കുന്നവരോട് ആലോചിക്കേണ്ടി വരും. അങ്ങനെ ഇനിയുള്ള നിമിഷങ്ങൾ നിർണായകമാണ്. വൈകിട്ട് UDF യോഗമാണ്. അതിലൊരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിച്ചുകൊണ്ടാണ് ഒരുപക്ഷെ സതീശന് അവിടെ പ്രവേശിക്കാനാവുക. കോൺഗ്രസിൻ്റെ മന്ത്രിമാരെയെങ്കിലും നിശ്ചയിച്ചുകൊണ്ടുള്ള ഒരു യോഗത്തിലുള്ള ഒരു പാർട്ടിസിപ്പേഷൻ ആയിരിക്കണം. അതനുസരിച്ചുള്ള നീക്കങ്ങൾ, വളരെ തകൃതിയായ ചടുലമായ നീക്കങ്ങൾ സതീശൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.